നമുക്കൊരു യാത്ര പോയാലോ? പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ യൂറോപ്യൻ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് കറങ്ങാം നമുക്ക്. ഇതാണ് പൂനെയിലുള്ള സ്ട്രീറ്റ്സ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാൾ. യൂറോപ്യൻ തീമിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സോണാണിത്. ഈ ബിൽഡിങ്ങിലെ ഓരോ സ്പേസും ഒറിജിനൽ യൂറോപ്യൻ സ്ട്രീറ്റ്സിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ എങ്ങോട്ട് നോക്കണം എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് കെട്ടിയോൻ. എങ്ങോട്ട് നോക്കിയാലും ഹോട്ട് എയർ ബലൂൺസ് പോലുള്ള ലൈറ്റ് ഡെക്കറേഷൻസും യൂറോപ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു ഡിറ്റോ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ഭംഗിയാണിതെല്ലാം. കുഞ്ഞിക്കോഴിയും വലിയ കോഴിയും കൂടെ കാര്യമായിട്ട് എന്തോ വായ്നോട്ടത്തിലാണ്. ഈ സൈഡ് മൊത്തം ടോയ്സിൻ്റെ ഷോപ്പായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഷോപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. നല്ല അടിപൊളി പെർഫ്യൂംസ്, അതേപോലെ തന്നെ വെറൈറ്റി ഡ്രസ്സസും ഇഷ്ടംപോലെ ടോയ്സും വെറൈറ്റി ഓർണമെൻറ്റ്സും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ചെറിയൊരു ജ്വല്ലറി ബ്രാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മോഡൽസൊക്കെ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഒരു പീസ് പോലും ഞാൻ ഇവിടെ കണ്ടില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ് കുറച്ച് നേരം കാണാതായപ്പോൾ അന്വേഷിച്ച് പോയത് അതേ ഇരിക്കുന്നു ഇതിൻ്റെ അകത്ത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം കണ്ടു. അതിൽ കൃഷ്ണൻ്റെ മുഖത്തിന് എന്തോ ഒരു മാറ്റം. കെട്ടിയോനാണെങ്കിൽ യൂഷ്വൽ കലാപരിപാടി തുടങ്ങി. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ. ഇനി നമുക്ക് അവിടുത്തെ ഷോപ്സിലെ കുറച്ച് ഐറ്റംസ് കാണാം. കുറേ വെറൈറ്റി കീ ചെയിൻസ് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ ആരൊക്കെയാണോ എന്തോ, എനിക്ക് ആ കൂടെ ടോം ആൻഡ് ജെറിനെ മാത്രമേ അറിയത്തുള്ളൂ. ഈ സെക്ഷനിൽ പിന്നെ എല്ലാത്തിൻ്റെയും താഴെ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ചെറുക്കൻ എന്തൊരു ശുണ്ടിയാ ഇരിക്കണം എൻ്റെ ജെറി. പോക്കിമോനും ഡൊണാൾഡക്കും ജോക്കറൊക്കെ ഉണ്ടല്ലോ. ഈ ഇരിക്കുന്ന 3 പേരെ എനിക്ക് തീരെ മനസ്സിലായില്ല. അമ്മ കടിക്കുമോ നോക്കിയതാ. ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലോട്ട് പോവാം. പല വെറൈറ്റീസ് ഓഫ് നെക്ലേസും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസും നെയിൽ പോളിഷും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. കോട്ടേഴ്സിന് സ്വന്തമായിട്ട് ആധാരമില്ലാത്തത് കൊണ്ട് ആ ഭാഗത്തോട്ട് നോക്കിയില്ല. നമുക്ക് വീഡിയോയ്ക്കുള്ള കണ്ടന്റ് മാത്രം മതിയേ, ദർശനേ പുണ്യം എന്നാണല്ലോ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കണ്ടതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. നല്ല ആൻറ്റി ടാർണിഷ്ഡ് മാലകളും നെക്ലേസും അതുപോലെ തന്നെ ഹാൻഡ് ചെയിനും ഇയറിങ്സും എല്ലാം കൂടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. 3-4 ഡ്രസ്സ് കട പാസ് ചെയ്ത് വന്നെങ്കിലും ഒന്നിൻ്റെ അകത്തോട്ട് കയറി ചെന്ന് നോക്കാൻ തോന്നി. ഇവിടുത്തെ കളക്ഷൻസ് കണ്ടപ്പോൾ കുഴപ്പമില്ല, ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. കുറേ നോക്കി നടന്നതല്ല, ഇഷ്ടപ്പെട്ട തോരനെടുത്തോളം കെട്ടിയാൻ പറയുകയും ചെയ്തു. ഈ കാണുന്ന നീല എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഒരു റൗണ്ട് കറങ്ങി അടിച്ച് തിരിച്ചു വന്നിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കറങ്ങി തിരിഞ്ഞ് അവസാനം വന്നപ്പോൾ ഈ ഷോപ്പ് മാത്രം ക്ലോസ്ഡ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. സത്യത്തിൽ പിള്ളേരുകൾ അലമ്പാക്കി തുടങ്ങിയതുകൊണ്ടായിരുന്നു പിന്നെ വന്ന ഡ്രസ്സ് എടുക്കാം എന്ന് വിചാരിച്ച് ഫ്രണ്ടിലോട്ട് പോയത്. എന്നാൽ പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അവരെ ഒന്ന് സമാധാനിപ്പിച്ച് സ്വസ്ഥമായിട്ട് തിരിച്ച് ഒരു റൗണ്ടും കൂടെ കറങ്ങി വന്ന് ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ ബിൽഡിങ്ങിലെ ഓരോ പോർഷനിലെയും റൂഫ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഡിഫറെൻറ്റ് തീം വെച്ചിട്ടാണ്. ഫുഡ് കോർട്ട് അന്വേഷിച്ചിട്ടുള്ള തെണ്ടിത്തിരിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. നായിക കുളത്തിലോട്ട് ചാടുമ്പോൾ ക്യാമറയും ചാടട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാനും ഫുൾ ടൈം ക്യാമറയും ഓണാക്കി വെച്ച് നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ അടുത്തെത്തി. ഡെയിനും ആണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കാര്യം നല്ല തണുപ്പൊക്കെ ആണെങ്കിലും അവന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കടയുടെ ഫ്രണ്ടിലെത്തി. അവനൊരു ഐസ്ക്രീം കിട്ടിയപ്പോഴേ ആള് ഹാപ്പിയായി. ആദ്യമേ ഇതങ്ങ് വാങ്ങി കൊടുത്താൽ മതിയായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ ഫുഡ് കോർട്ട്. അറേബ്യനും ചൈനീസും അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സും ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ നിച്ചുക്കുട്ടിയും കുടുംബവും. യൂട്യൂബിൽ വീഡിയോ ഇടുന്നു പറഞ്ഞപ്പോഴേ എന്താ ചിരി. ടി വിയിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ദേ നിച്ചുക്കുട്ടിയും ചിരിക്കണു. വീഡിയോ എടുക്കുക ക്യാമറയിലോട്ടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ദേ ഒന്ന് നോക്കി. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കുള്ള പിസയും കൊണ്ട് ദേ വരുന്നു. പിസ കണ്ടപ്പോൾ ചാടി ചാടി അടേനു വരുന്നേ. ഐറ്റത്തിൻ്റെ പേരൊന്നും ചോദിക്കരുത്, എനിക്കറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല, ഞാൻ മറന്നു പോവും. ഡെയിനുവിന് പിന്നെ എന്ത് ഫുഡാണെങ്കിലും വെജിറ്റബിൾസ് എല്ലാം മാറ്റി കൊടുത്തിട്ട് വേണം കഴിപ്പിക്കാൻ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചു, പിസയും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഹാപ്പിയായി. വയറ് നിറഞ്ഞ പിന്നെ ഓടിക്കളി മസ്റ്റാണ് 2 പേർക്കും. കൂടെ കളിക്കാൻ അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഇനി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണ് പാട്. പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയം നോക്കി ഞാൻ ഫോട്ടോ സെഷന് പോയി. ഇനി കുറച്ച് നേരം ക്യാമറയുടെ മുന്നിൽ കൂടെ നടന്നേക്കാം. വീണ്ടും ദേ കുറേ കമ്മൽ തൂക്കിയിട്ടേക്കുന്നു. എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയേക്കാം. ഇതിപ്പോൾ എത്രാമത്തെ കടയിലാണ് കയറി കമ്മലുകൾ നോക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു റൗണ്ട് ഫുള്ള് സ്ട്രീറ്റ്സ് ഓഫ് യൂറോപ്പ് കറങ്ങി നടന്ന ഫോട്ടോഷൂട്ട്സും കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വീണ്ടും വിശക്കാൻ തുടങ്ങി. വീഡിയോ എടുക്കുമ്പോൾ കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവാന്നേ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കുമോ? അങ്ങനെ ഇന്നത്തെ ഔട്ടിങ് കഴിഞ്ഞു. 4 പേർക്ക് സുഖമായിട്ട് പോകാവുന്ന ലിഫ്റ്റിൽ ഇതേ നോക്കിക്കേ ഒരു വലിയ ചെടിച്ചട്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. നമ്മൾ തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് പോയത് ഇന്ത്യൻ ആർമിയുടെ ഹിസ്റ്റോറിക് റെജിമെൻ്റായ ബോംബെ സാപ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണേ.